ഇവൾക്കിതെന്ത് പറ്റി? ജസ്റ്റ് സിബ്ലിങ്സ് വേണമെന്ന് ആഗ്രഹം തോന്നാറില്ലേ എന്ന് മാത്രമല്ലേ ശിവ ചോദിച്ചുള്ളൂ. അതിനെന്തിനാ അവൾ കരഞ്ഞോണ്ട് പോയത്? കെവി കണ്ണും തള്ളി ഷാനെ നോക്കി. അതെന്നോട് ചോദിച്ചിട്ട് എനിക്കെന്തേ അറിയോ? റിനു, അവൾ എന്തിനാ കരഞ്ഞെന്ന് നിനക്കറിയൂലേ? എല്ലാവരും റിനുവിനെ നോക്കി. എനിക്കെങ്ങനെ അറിയാനാ? നിനക്കറിയും എന്നെനിക്കറിയാം. കാരണം അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ നീ അവളെ ദയനീയമായി നോക്കുന്നത് ഞാൻ കണ്ടതാ. സത്യം പറ, അവൾക്ക് എന്താ പറ്റിയത്? ഷാ റിനുവിനെ കണ്ണുരുട്ടി നോക്കി. ആ അത് പിന്നെ ഉം, അതില്ലേ അത് പിന്നില്ലേ. റിനു കാര്യം പറയാതെ താളം തുള്ളുന്നത് കണ്ട് ശിവക്ക് ദേഷ്യം വരുന്നുണ്ട്. തൻ്റെ ഒരു ചോദ്യം കാരണമാണ് ഐറ കരഞ്ഞത് എന്നത് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. നിന്ന് താളം തുള്ളാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടി. അത് പിന്നെ ഐറക്കൊരു ബ്രോ ഉണ്ടായിരുന്നു. അവളെന്ന അവൻക്കും അവനെന്ന അവൾക്കും ജീവനായിരുന്നു. പണ്ട് മുതലേ നീ ആരെ മോളാന്ന് ഐറനോട് ചോദിച്ച അവൾ പറയൽ ഷാദിക്കാക്കാൻ്റെ മോളാണ് എന്നാ. ബട്ട് 2 വർഷം മുമ്പ് ഷാദിക്ക മരിച്ചുപോയി. അപ്പോൾ പെട്ടെന്ന് അവൾ അത് ഓർത്തിട്ടാ കരഞ്ഞത്. തല താഴ്ത്തി സങ്കടത്തോടെ പറഞ്ഞ റിനുവിനെ കാണെ അവരെല്ലാം ശിവനെ നോക്കി. തൻ്റെ ചോദ്യം ഐറയെ അത്രമേൽ വേദനിപ്പിച്ചു കാണും. മരിച്ചുപോയ ഇക്കാക്കയെക്കുറിച്ചുള്ള വേദനാർക്കമായുള്ള ഓർമ്മകൾ പെട്ടെന്ന് അവളെ പിടികൂടിയിരിക്കണം. മറ്റൊരു കൂടപ്പിറപ്പില്ലാത്ത സങ്കടം എനിക്കറിയാം. അപ്പോൾ കൂടെയുള്ള കൂടപ്പിറപ്പ് എന്നേക്കുമായി തന്നെ തനിച്ചാക്കി പോയി എന്നത് ഓർക്കാൻ പോലും വയ്യ. അവർക്കെല്ലാം ഐറയെ ഓർക്കെ വിഷമം തോന്നി. അവളുടെ ബ്രോ എങ്ങനെയാ മരിച്ചത്? ഷാ റിനുവിനെ നോക്കി. ആക്സിഡന്റ് പറ്റിയതാ. അവൾക്ക് ഇത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അവളുടെ പേരൻസിൻ്റെ കാര്യം പറയണോ? പാവുണ്ടാവൂലേ അവളുടെ പേരൻസ്? പാച്ച് വിഷമത്തോടെ പറയുന്നത് കേൾക്കെ റിനു ഒന്ന് മോളിയിട്ട് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. ഐറൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ തനിക്ക് സ്വന്തം പേരൻസിനെ പോലെയാ. അവളുടെ വേർപാട് അത്രമേൽ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഐറയുടെ അവസ്ഥ പറയണോ? ഞാ ഞാൻ ഐറനെ ഒന്ന് പോയി നോക്കി വരാം. റിനു വേഗം അവിടുന്ന് നടന്നകന്നു. അവൾക്കും വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. ക്ലാസ്സിലേക്ക് വന്ന ഐറനെ മിസിരിയും അപ്പും ആനും സങ്കടത്തോടെ നോക്കിയത് കാണെ കാര്യം മനസ്സിലാവാതെ ഐറ അവരെയൊക്കെ ഒന്ന് അടിമുടി നോക്കി. പിന്നെ അവളുമാരങ്ങനെ ഇരിക്കുന്നത് കണ്ടതും ഐറ ബാഗിൽ നിന്നൊരു നോവലെടുത്ത് വായന തുടങ്ങി. വൈകിട്ട് ഷാസിനോട് താൻ ബസ്സിൽ പൊക്കോളാമെന്നും പറഞ്ഞ് ഐറ നേരെ ആസാമാളിലേക്ക് പോയി. മാനേജർ അവളെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ട് ഇങ്ങേർക്കിതെന്ത് പറ്റി എന്ന് ചിന്തിച്ചോണ്ട് ഐറ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. ജോലിക്ക് കയറിയതും അഞ്ജലി ചേച്ചി അങ്ങോട്ട് വന്നിരുന്നു. ആഹാ, നീ വന്നോ? കണ്ടോ ഇപ്പോൾ ഫ്ലോറിൽ എത്ര സ്റ്റാഫ്സ് ആണെന്ന്. നീ ഷാസിയുടെ ഫ്രണ്ടാണ് എന്ന ഒറ്റ കാരണത്തിലാണ് അങ്ങേര് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നേ. അല്ല എപ്പോഴും നിന്നെ ഇവിടുന്ന് ഓടിച്ചേൻ അങ്ങേര്. അഞ്ജലി ചിരിയോടെ പറഞ്ഞത് കേൾക്കെ ഐറ ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ചു നേരം സംസാരിച്ചു നിന്ന് അഞ്ജലി ചേച്ചി പോയതും ഐറ അങ്ങോട്ട് വന്ന കസ്റ്റമേഴ്സിന് ഡ്രസ്സുകൾ ഓരോന്നായി നൂർത്തിയിട്ട് കൊടുത്തു. ആസ ആസ ആസ, നിന്റെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ല. എവിടെ ചെന്നാലും ആസനെ അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ആരും തന്നെ നിന്നെ കണ്ടിട്ടില്ല ആസ. നീ കുറിച്ച് വെച്ചോ, വൈകാതെ ഞാൻ നിന്നെ കണ്ടുപിടിച്ചു നിന്നെ കൊന്നിരിക്കും. നീ കാരണം എത്ര വലിയ നഷ്ടമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നറിയോ? എത്ര കോടി പണമാണ് നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്നറിയോ? നിന്റെ മരണം എൻ്റെ കൈക്കൊണ്ടായിരിക്കും ആസ. അയാൾ മദ്യം ചുണ്ടോട് ചേർത്ത് ആസയെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശരത്തെ, മതി, നിർത്ത്. ഇത് എത്രാമത്തെ ബോട്ടിലാണ് നീ കുടിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരുന്ന ആസയെ കണ്ടുപിടിക്കാനൊന്നും ആവില്ല. അതിന് കാര്യമായി നമ്മൾ ഇറങ്ങി പുറപ്പെടണം. നമ്മൾ എങ്ങനെയെങ്കിലും ആസ കമ്പനിയിൽ കയറി പറ്റിയിട്ട് അവിടുത്തെ മാനേജറിനെ കുപ്പിയിലാക്കണം. കമ്പനിയെക്കുറിച്ചുള്ളതൊക്കെ ആരെ മുമ്പിലാണ് അങ്ങേര് സമർപ്പിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ ആളെയും ചൂണ്ടയിട്ടാൽ ആസയെ പിടിക്കാൻ നമുക്ക് എളുപ്പമാവും. ശരത്തിൻ്റെ കയ്യിൽ നിന്ന് അവൻ വലിച്ചോണ്ടിരുന്ന സിഗരറ്റ് വാങ്ങി അവൻ നിലത്തിട്ട് കാലോണ്ട് ചവിട്ടിക്കൊണ്ട് ബിയർ ബോട്ടിലും ഗ്ലാസും എടുത്തവൻ അവിടുന്ന് കിച്ചണിലേക്ക് നടന്നു. ശരത്ത് കണ്ണടച്ച് സോഫയിലേക്ക് കിടന്നു. അമല പറഞ്ഞ പോലെ ആസ കമ്പനിയിൽ കയറിപ്പറ്റിയാൽ വല്ലതും കിട്ടുമെന്ന് മനസ്സിൽ മന്ത്രിച്ചവൻ ഉറക്കിനെ കൂട്ടുപിടിച്ചു. രാത്രി 11 മണിയായതും ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഐറ അവിടെ നിൽക്കുന്ന ഷാസിനെ കണ്ട അവൻ്റെ അടുത്തേക്ക് വേഗം നടന്നു. നീ എന്താ ആദം ഇവിടെ? നിന്നെ കൂട്ടാൻ വന്നത്. എന്തിനെ? ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ കൂട്ടാൻ വരണമെന്നൊന്നും. ഇല്ല, പക്ഷേ ഈ പാതിരാക്ക് എൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരാൻ അങ്ങോട്ടുള്ള വഴിയെങ്കിലും നിനക്കറിയോ? ഷാസ് ചോദിച്ചത് കേട്ടതും ഇല്ലെന്നുള്ള നിലക്ക് അവൾ തലയണക്കി. ഞാനിന്ന് നിൻ്റെ ഹോസ്റ്റലിൽ പോയിരുന്നു. വാർഡനോട് പറഞ്ഞു ഇനി നീ അങ്ങോട്ട് വരില്ലെന്ന്. നിന്റെ ഡ്രസ്സും മറ്റും പാക്കാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിനെ? അയാളാകെ കിളി പോയി നിൽക്കുകയാണ്. നീ എന്താ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ? എൻ്റെ വീട്ടുകാർ പറഞ്ഞതല്ലേ ഇനി മുതൽ എന്നും അവിടെ നിന്നാൽ മതിയെന്ന്. സോ ഞാൻ അതിനുള്ളതെല്ലാം ചെയ്തു. നിഷു പ്രത്യേകം ഏൽപ്പിച്ചതാ. നിന്നെ നൈറ്റ് കൂട്ടിക്കൊണ്ടു പോയാൽ എൻ്റെ ഡ്യൂട്ടിയാണെന്ന്. വേഗം വന്ന് വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ. ഷാസ് അയാളുടെ കയ്യും പിടിച്ച് ബൈക്കിനടുത്തേക്ക് നടന്നു. കയറ്.
ഷാ പറഞ്ഞതും ഐറ ബൈക്കിന് പിറകിൽ കയറി. വീട്ടിൽ ചെന്നതും എല്ലാവരും ഉറക്കത്തെ കൂട്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഐറയെ ഫ്രഷ് ആവാൻ വിട്ടുകൊണ്ട് ഷാ കിച്ചണിലേക്ക് ഇറങ്ങി. ഐറക്കും തനിക്കും ഫുഡ് വിളമ്പി ടേബിളിൽ കൊണ്ടുവച്ചു. ഏ താനിതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നോ? ഐറ ഫ്രഷായി വന്നതും ഷാനെ നോക്കി. എവിടെ? രാവിലെ ക്ലാസ്സിലേക്ക് ഇറങ്ങിയ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത് ഇപ്പോയാ? ഷാ അവളെ നോക്കി ഇളിച്ചോണ്ട് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നു? ഐറയും അവനടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി. എന്തായാലും കാമുകിക്കൊപ്പം കറങ്ങി നടക്കുമല്ലായിരുന്നു. കാരണം കാമുകി ഡ്യൂട്ടിയിലായിരുന്നല്ലോ. അതുകൊണ്ട് ഫ്രണ്ട്സിനൊപ്പം തെണ്ടി നടന്നു. ഷാ ഐറനെ നോക്കി ഇളിച്ചു. അതിനൊന്ന് മൂളിയിട്ടവൾ ഫുഡും കഴിച്ച് നേരെ ചെന്ന് കിടന്നുറങ്ങി. വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക്. തന്നെ വിട്ടുപോയ തൻ്റെ മാതാപിതാക്കളായിരുന്നു ഇന്ന് അവളുടെ മനസ്സ് നിറയെ. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഐറയുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊലിക്കുന്നുണ്ട്. എന്തിനാണ് അവ തന്നെ ഇവിടെ തനിച്ചാക്കി പോയത്? പോകുമ്പോൾ തന്നെയും അവർക്ക് കൊണ്ടുപോകാമായിരുന്നില്ലേ? ആരും ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എത്രമാത്രം താൻ അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നവർക്കറിയുമോ? അവരെ ഓർത്ത് എത്ര കണ്ണീർ ഈ കവിൾത്തടങ്ങളിലൂടെ ചാരിട്ടൊഴുകി എന്നറിയാമോ? ഒന്നും അറിയാതെ നിങ്ങളങ്ങ് പോയതല്ലേ? ആ ഉറക്കിലും ഐറ തൻ്റെ മാതാപിതാക്കളെ ഓർക്കുകയും അവരുടെ പരിഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് കോളേജിൽ വെച്ച് ബ്രേക്ക് ടൈമിന് ഷായും ടീമും ഇരുന്ന് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അർഷി സാറ് വന്നത്. ഷാ, ഞാനൊരാളെ സ്റ്റാറ്റ്യൂ സെറ്റാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നീ പറഞ്ഞ പോലെ 2 മന്ത് കൊണ്ട് താൻ എല്ലാം സെറ്റാക്കെന്നാണ് അവർ പറഞ്ഞത്. അർഷി പറഞ്ഞത് കേട്ടപ്പോഴാണ് താൻ അതിനെക്കുറിച്ച് ഇതുവരെ ഷാനോട് സംസാരിച്ചില്ലല്ലോ എന്ന കാര്യം ഐറ ഓർത്തത്. എന്താവശ്യമുണ്ടല്ലോ എന്നെ വിളിച്ചോണ്ടി. ഷാ മൂപ്പരെ നോക്കി പുഞ്ചിരിച്ചു. അന്നേരം അങ്ങേരുടെ കണ്ണ് പോയത് പാച്ചുവിനടുത്തിരിക്കുന്ന റിനുവിലേക്കായിരുന്നു. ഡി അർഷി വിളിച്ചത് കേട്ടെങ്കിലും റിനു അവനെ നോക്കി പുച്ഛിച്ച് മുഖം തിരിച്ചു. ദേടി, എന്നെ നോക്കി പുച്ഛിച്ച എൻ്റെ കയ്യിൽ നീ മേടിക്കുകയെ? നമ്മൾ പുച്ഛിച്ച നിങ്ങൾക്ക് എന്താ? ഒരു കുടുക്കുകളുണ്ടല്ലോ നിങ്ങൾക്ക്. അവിടെ പേരെന്താ? സഫ. അല്ലെങ്കിൽ സാറിന് സഫനോട് ഒരു ചായ്വ് കൂടുതലുണ്ട്. ഐ തിങ്ക് സാറും സഫയും അഗാധമായ പ്രണയത്തിലായിരിക്കും. അതാ ഇന്നിങ്ങേര് ക്ലാസ്സിലെ കുടുക്കുകൾ ആ കൊഫാണെന്ന് പറഞ്ഞത്. കലിപ്പിൽ പറഞ്ഞ റിനുവിനെ ചുക്കാൻ പിടിച്ചോണ്ട് മിസിരി പറഞ്ഞത് കേൾക്കി അർഷി അവളെ കണ്ണുരുട്ടി നോക്കി. അല്ലേലേ റിനു കലിപ്പിലാണ്. ആ കലിപ്പ് കൂട്ടാനെന്നോണം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ഈ കുരിപ്പ്. അതിനെ പറഞ്ഞിട്ടും കാര്യമല്ല. അവൾക്കറിയില്ലല്ലോ ഈ റിനുവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന്. ഞാൻ കൊടുത്ത വർക്ക് ഫസ്റ്റ് അവൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവളാണ് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ ഒരു വക ചെയ്യാതെ സംസാരിച്ചിരിക്കല്ലായിരുന്നു. ആ നേരം വല്ലതും കുത്തിക്കുറിച്ചിരുന്ന് ഞാൻ നിങ്ങളായിരുന്നു ഗുഡ് ഗേൾ എന്ന് പറയുമായിരുന്നു. അർഷി കലിപ്പിൽ റിനുവിലേക്ക് നോട്ടം തെറ്റിച്ച് പറഞ്ഞത് കേൾക്കെ റിനു നാക്ക് കടിച്ചുകൊണ്ട് ഇളിച്ചു. എന്നാൽ സഫനെ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞത് കൊച്ചിന് പിടിച്ചിട്ടില്ല. അതൊക്കെ വിട്ടെ. ആദം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഐറ ചോദിച്ചത് കേൾക്കെ ടീംസ് എല്ലാം അവളെ നോക്കി. അല്ലെങ്കിലേ ഇന്നലെ റിനു അവളുടെ ബ്രദർ മരിച്ചത് പറഞ്ഞത് മുതൽ ഇവർക്ക് ഐറിനോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. തങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവൾക്ക് അവളുടെ ഇക്കാക്കയെ മിസ് ചെയ്യരുത് എന്നവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്തിനൊരു മുഖവരെയൊക്കെ? എന്താന്ന് വെച്ചാൽ ചോദിക്കി. അത് പിന്നെ ഈ കോളേജിൽ അസ്കർ സാറിൻ്റെ സ്റ്റാറ്റ്യൂ വെക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രതിമ കെട്ടിപ്പൊക്കിയിട്ട് എന്ത് അപകാരം? അതിന് ചിലവാക്കുന്ന പണം ഉപയോഗിച്ച് എത്ര ജനങ്ങളുടെ ഹൃദയം സന്തോഷിപ്പിക്കാൻ കഴിയും നമുക്ക്? അപ്പോൾ ജനഹൃദയങ്ങൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഇങ്ങളൊരു പ്രതിമ വെച്ചെന്ന് കരുതി അതിൽ ഈ പറയുന്ന അസ്കർ സാർ സന്തോഷിക്കില്ല. പകരം സാറിൻ്റെ പേരിൽ നിങ്ങളൊരാളെയെങ്കിലും സഹായിച്ചാൽ അസ്കർ സാർ അതീവ സന്തുഷ്ടനാവും. ഐറയുടെ ചോദ്യം കേൾക്കെ അവരെല്ലാം അവളെ നോക്കി. അസ്കർ സാറിൻ്റെ ഒരു സ്റ്റാറ്റ്യൂ വേണമെന്നുള്ളത് ഈ കോളേജിലെ കുട്ടികളുടെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ അസ്കർ സാറിൻ്റെ പേരിലൊരു സംഭാവന പെട്ടിയും ഈ കോളേജിലുണ്ട്. ആ പെട്ടി ഓരോ മാസത്തിൻ്റെയും അവസാനത്തിൽ തുറന്നിട്ട് അതിലെ പണം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുക്കലുമുണ്ട്. സോ ഈ സ്റ്റാറ്റ്യൂ നിർമ്മാണത്തിൽ നീയായിട്ടൊരു നെഗറ്റീവ് പറയണ്ട. ഈ കോളേജിലെ എല്ലാ കുട്ടികൾക്കും എൻ്റെ തീരുമാനത്തോട് യോജിപ്പാണ്. നീ ഒരാളെ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഞാൻ സ്റ്റാറ്റ്യൂ ഈ കോളേജിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിലൊരു മാറ്റവും ഇല്ല. ഷാ തീർത്തു പറഞ്ഞതിന് ഐറ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെല്ലാം തക്കതായ മറുപടി ഷാ കൊടുത്തുകൊണ്ടുമിരുന്നു. എത്രയൊക്കെ പറഞ്ഞിട്ടും സ്റ്റാറ്റ്യൂ നിർമ്മിക്കണ്ട എന്ന് ഐറയും സ്റ്റാറ്റ്യൂ നിർമ്മിക്കണമെന്ന് ഷായും തീർത്തു പറഞ്ഞു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും സ്റ്റാറ്റ്യൂവിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഇരുവരും അതേ ചൊല്ലി വഴക്കാവും. പക്ഷേ ആ ചർച്ചയും അടിയും കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫ്രണ്ട്സായി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. ദിവസവും സ്റ്റാറ്റ്യൂവിനെ ചൊല്ലി ഇവരൊരു തലക്കൽ നിന്ന് വഴക്ക് കൂടുമെങ്കിലും മറുതലക്കൽ സ്റ്റാറ്റ്യൂയുടെ പണി തീർക്കുകയാണ് അർഷി ഡ്യൂട്ടി കൊടുത്ത ആള്.
അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോയി 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 2 മാസം കഴിഞ്ഞു. കോളേജ് ലൈഫ് ആസ്വദിച്ച് നടക്കുകയാണ് എല്ലാവരും. ഇടയ്ക്ക് ഐറനെ ചൊറിയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെൺപിള്ളേരെ ചൊറിയാനോ ജവാദും ടീമും വന്നിട്ട് ഷാൻ്റെയും ടീമിൻ്റെയും കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിച്ചു കൂട്ടും. സ്റ്റാറ്റ്യൂ ഒരാഴ്ചക്കുള്ളിൽ എത്തുമെന്ന് ന്യൂസ് കേട്ടതോടെ എല്ലാവരും ഹാപ്പിയാണ്. എന്നാൽ ഐറക്കെന്തോ ഇപ്പോഴും ആ സ്റ്റാറ്റ്യൂ വെക്കുന്നതിൽ താല്പര്യമില്ല. കാരണം അസ്കർ സാറിനോടുള്ള ദേഷ്യമോ ഒന്നുമല്ല. നമ്മളെക്കാൾ താഴെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഒരു നേരത്തെ അന്നം കിട്ടാതെ, കയറിക്കിടക്കാൻ വീടില്ലാതെ, വിദ്യാഭ്യാസം ലഭിക്കാതെ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെയൊന്നും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. അങ്ങനെയുള്ളവരെ സഹായിക്കുന്നതല്ലേ ഈ പ്രതിമ പണിയുന്നതിലും നല്ലത് എന്നാണ് ഐറയുടെ പക്ഷം. എന്നാൽ അങ്ങനെയുള്ളവരെ ഒരു തലക്കൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഈ സ്റ്റാറ്റ്യൂ നിർമ്മാണം ഞങ്ങളുടെ ആഗ്രഹമാണ്. അതെന്തൊക്കെ വന്നാലും ഞാൻ നടത്തുമെന്ന വാദത്തോടെ ഷായും. അവസാനം ഷാ ജയിച്ചു. അവൻ പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂ വൈകാതെ കോളേജിലെത്തും. അതിനെല്ലാം പുറമെ ഓരോ ദിവസം കൂടുന്തോറും ഷാനോടുള്ള പ്രണയം ഐറയിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവനോടുള്ള അവളുടെ പ്രണയം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു. തനിക്ക് ആദമിൻ്റെ സ്വന്തമായി ജീവിക്കാൻ സാധിക്കില്ലേ എന്ന ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. ഇന്ന് വരെ അവൾ ആദമിനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന യാഥാർത്ഥ്യം അവനോട് അവൾ പറഞ്ഞിട്ടില്ല. ഈ 2 മാസ സമയത്തിലും ഐറക്ക് ഷാൻ്റെ റൂമിൽ കയറി അവൾ അന്വേഷിച്ചു വന്ന ആ ബോക്സ് കൈക്കലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചിന്തിച്ചിരുന്ന ഐറയെ റിനു വന്ന് തോണ്ടി.